നമസ്കാരം, ഞാൻ സെറീന ശിഹാബ്. മക്കൾ ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യമാണല്ലേ, പ്രത്യേകിച്ച് പെൺമക്കൾ. ഞാനൊരു വീട്ടിലെ ഒറ്റ പെൺകുട്ടിയാണ്. കൂടെ ഒരു സഹോദരി ഉണ്ടായിരുന്നെങ്കിലെന്ന് ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും ആഗ്രഹിച്ചിട്ടുണ്ട്. കുട്ടിക്കാലം മുതൽ ഒരു പരിധിവരെ എന്ന് പറയാൻ കാരണമുണ്ട് കേട്ടോ. കാലം അതിൻ്റെ ഊടും പാവും മനോഹരമായി നെയ്തെടുത്തപ്പോൾ എനിക്ക് ദൈവം 3 പെൺമക്കളെ തന്നു. അവർ വളർന്നു വലുതായി, എൻ്റെ സഹോദര തുല്യരായി. ഞാൻ ഉരുളയുരുട്ടി വാരിക്കൊടുത്തവർ. അവർ കഴിക്കുന്ന പാത്രത്തിൽ നിന്ന് ഒരു ഉരുള ചോറ് എൻ്റെ വായിലേക്ക് വെച്ച് തരാൻ പ്രാപ്തരായി. എനിക്ക് ചേർത്ത് പിടിക്കത്തക്ക രീതിയിലായി. എൻ്റെ സന്തോഷങ്ങളിൽ കൂട്ടുകാരികളായി, എൻ്റെ ദുഃഖങ്ങളിൽ എനിക്ക് സാന്ത്വനമായി. പെൺമക്കൾ നമുക്കൊരനുഗ്രഹം തന്നെയാണ്. അവരെ ചേർത്ത് വയ്ക്കുക. സാധാരണഗതിയിൽ ഒരു പെൺകുഞ്ഞ് ജനിച്ചാൽ ചിലർ പറയും, അച്ഛനും അമ്മയ്ക്കും പെൺകുഞ്ഞ് ജനിച്ചാൽ മനസ്സിനുള്ളിൽ ഒരു ആവലാതി പൊട്ടി പുറപ്പെടുമെന്ന്. അവരെ ഒരുത്തൻ്റെ കൈ പിടിച്ച് ഏൽപ്പിച്ചാൽ മാത്രമേ അവർക്ക് സമാധാനമുള്ളൂ എന്ന്. ശരിക്കും ഒരു പെൺകുഞ്ഞിനോട് ചെയ്യേണ്ടത് അതാണോ? അല്ല. കാലാനുസൃതമായ എല്ലാ കാര്യങ്ങളും അവർക്കുണ്ടാകും. അതായത് ടീനേജിൻ്റെ എല്ലാ ഫ്ലക്ച്വേഷൻസും ഒരു പെൺകുട്ടിയിലുണ്ടാവും. അതിനെയൊക്കെ അതിജീവിച്ച് അവളായി വളരുമ്പോൾ, അവളായി നിൽക്കുമ്പോൾ, സ്വന്തം കാലിൽ നിൽപ്പുറപ്പിക്കുമ്പോൾ, അതാണ് ഒരു മാതാവും പിതാവും ഒരു പെൺകുഞ്ഞിന് കൊടുക്കേണ്ട ഏറ്റവും വലിയ സ്വത്ത്. അല്ലാതെ മറ്റൊരുത്തൻ്റെ കയ്യിൽ അവൾ സുരക്ഷിതയാണെന്ന ബോധത്തിൽ ഇരിക്കലല്ല. ഒരുവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ തൻ്റെ കടമ കഴിഞ്ഞു എന്ന് പറഞ്ഞ് നെടുവീർപ്പിടുകയല്ല വേണ്ടത്. പെൺമക്കളെ നാം ചേർത്ത് പിടിക്കുക, സ്വയം പ്രാപ്തരാക്കുക. അവരെ സ്വന്തം കാലിൽ നിൽപ്പുറപ്പിച്ച് അവർ സ്വയം നിൽക്കുമ്പോഴാണ് അവരായി മാറുന്നത്. അവർ എപ്പോഴും നമുക്ക് കൂട്ടുകാരായിരിക്കും, കൂട്ടാളികളായിരിക്കും, സാന്ത്വനമായിരിക്കും. പെൺമക്കൾ എന്നും നമ്മുടെ സ്വത്താണ്. അപ്പോൾ പരക്കട്ടെ സന്തോഷമല്ലേ. ശരി, വീണ്ടും കാണാം.